ഉണ്ടല്ലോ, അതുകൊണ്ട് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കുന്നുണ്ടോ? ഞാനിന്ന് ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. വേറെ കണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു മാറാല നിറഞ്ഞു കൂടിയിരിക്കുന്നുണ്ട്, അതൊന്ന് തട്ടിക്കളഞ്ഞാലോ എന്ന്. അപ്പോൾ അത് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് മാറാല ഞാൻ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കാണുന്ന രീതിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. പിന്നെ അടിക്കണം, തുടയ്ക്കണം. നീരവനെ നിച്ചുവിൻ്റെ അടുത്തേക്ക് കളിക്കാൻ വേണ്ടിയേക്കുക. നമ്മുടെ നിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരാണ് ഇവിടെ നിന്നിട്ട് ടി വി കാണല്ലേ ഇനി ഉള്ളൂ, വേറെ കളിയും കാര്യങ്ങളൊന്നും ഇല്ല, വെക്കേഷനും ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നേരം നിച്ചുവിൻ്റെ അടുത്ത് പോയിരുന്നു കളിക്കട്ടെ. രണ്ടാളും കൂടെ സൈക്കിളൊക്കെ എടുത്തിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. റോട്ടിക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ അമ്മായിയൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അവൻ സേഫാണ്. ഞാൻ ഓടി കളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഓടി കളിച്ച് വീണിട്ട് കയ്യും കാലും പൊട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാക്കി എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കിയിരിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ മാറാലിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് പിന്നെ ചെല്ലേമ്മയ്ക്ക് കടന്നു കേട്ടോ. ചെല്ലേമ്മയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മൊത്തത്തിൽ ചെല്ലകൾ തുറന്നിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂട് കാരണം സഹിക്കാൻ വയ്യാന്നേ. അപ്പോൾ എല്ലാം പാളിയും തുറന്നിടും നമ്മളുള്ള സമയത്ത് കേട്ടോ. എങ്ങാനും അടുക്കളയ്ക്കൊക്കെ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ വേഗം അടച്ചിട്ടാ പോകുള്ളൂ കേട്ടോ. എങ്ങാനും വല്ലതും കയറിയിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണേ. എവിടെ നോക്കിയാലും ഇപ്പോൾ പാമ്പിൻ്റെ പരസ്യം പോലെയല്ലേ. പിന്നെന്താ, നേരവും പോണില്ല നീ, എന്ത് ചെയ്താലും നേരം പോണില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഉറക്കം ഉറങ്ങും. ഉറങ്ങി എണീക്കുമ്പോൾ 5:30 കേട്ടോ. ഇന്നും അങ്ങനെ ചെയ്തു. അങ്ങനെ 5:30 എണീറ്റിട്ട് നീരവിന് ചായയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിച്ചുവിൻ്റെ അവിടെ കൊണ്ടാക്കി. ഇതാ കണ്ടോ, 6 മണിയായിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കണം ഇനി. അപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ പൊടിയും തട്ടി. പിന്നെ എനിക്ക് ഫാനുമ്മയ്ക്ക് എത്തില്ല കേട്ടോ, എനിക്ക് പേടിയാ എന്തെങ്കിലും കയറുന്നിട്ട് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ കുറേ വ്ളോഗിൽ കാണാറുണ്ട് ഓരോരുത്തർ ഇങ്ങനെ തട്ടണത്. അതിന് തട്ടാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടി ഇനി എങ്ങാനും മറിഞ്ഞ് വീണ് എന്തെങ്കിലും പറ്റിയാലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറാലവടി വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. പിന്നെ സനേഷേട്ടൻ വരുന്ന സമയത്ത് ഒരു തുണി കൊടുത്തിട്ട് അങ്ങനെ തുടപ്പിക്കാറുണ്ട് കേട്ടോ. അതുവരെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവും. നീരവ് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നീളം വയ്ക്കുമല്ലോ, അപ്പോൾ അവനെ കൊണ്ട് ഇനി തുടപ്പിക്കാമല്ലോ. കുറച്ചാളും കൂടി എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുകയാണേ. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, അഞ്ജു സനീഷ്. അപ്പോൾ ആളെന്നെ പരിചയപ്പെട്ടിട്ട് കുറേ നാളായിട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഇന്നലെ രാത്രി ലൈവ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി. അങ്ങനെ ആളോട് നല്ല കമ്പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ പോയി കമ്പനി അടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈബിനെ പറ്റിയ ആൾക്കാരിങ്ങനെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് സംസാരിച്ചിരിക്കുന്നത്. നല്ല കുറേ ചിരിച്ചു ആളോട് സംസാരിക്കാനും നല്ല കോമഡിയൊക്കെ പറഞ്ഞു കിടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുടെ ചാനലിൽ നിന്ന് തന്നെ എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പഴയ പോലെ വ്യൂസൊന്നും പണ്ടൊക്കെ കുറച്ച് പേരിങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്നു. ഇപ്പം എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലൊന്ന് പറയണം കേട്ടോ. നിങ്ങളെ അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒതുക്കാനൊക്കെ പറ്റുക. പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു വീഡിയോ കമൻറ്റാണ്, മോൻ്റെ ഹെയർ കട്ട് അപ്പാച്ചി എൻ്റെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ എന്തായാലും നാളെ ഇടാം കേട്ടോ. ഇന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ ദിവസം ആണ് ഞാൻ മുടി വെട്ടാൻ പോണത് മുന്നേ. അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഇടാൻ പറ്റില്ല. നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ വൈകുന്നേരം ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇടാം കേട്ടോ. എന്തായാലും ഇടാം. കുറേ ദിവസമായി എനിക്കിങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കണം. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നും പ്രതീക്ഷിക്കരുത്. ചെറിയ രീതിക്ക് ഞാൻ ഭംഗിയാക്കി കാണിച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ. വേഗം അടിച്ചു വാരി എടുക്കുകയാണെ. മാറാലിയൊക്കെ കുറച്ചുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ മുടി തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ പുറത്ത് പോയി മുടി ഇടണം എന്ന് വിചാരിക്കും. അപ്പോൾ കൊഴിഞ്ഞു പോണ പുറത്തല്ലേ വീഴുള്ളൂ, അതിന് മാത്രം ഇല്ല താനും, എന്നാലും വീഴണത് കേട്ടോ. അപ്പോൾ പക്ഷെ മടി, പുറത്തേക്ക് ഇറങ്ങാൻ മടിയാവുക. ഈ ഫാനിൻ്റെ ചുവട്ടിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാൻ ഭയങ്കര മടിയാണ്. പോണോടത്ത് മുഴുവൻ ഫാൻ ഇട്ടിട്ട് തലയിലൊരു ഫാൻ ഫിറ്റ് ചെയ്താലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. രാത്രി ഉണ്ടല്ലോ എന്താ കറണ്ട് പോക്ക് എന്ന് അറിയോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകും. ഇപ്പം അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. KSEB ഓഫീസിൽ അവർ കുറച്ച് പേര് പോയി ഇങ്ങനെ സംസാരിക്കണം കാര്യങ്ങളൊക്കെ. എന്തിനല്ലേ ഇങ്ങനെ പാവപ്പെട്ടവരിങ്ങനെ ഉപദ്രവിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, വീർപ്പ് മുട്ടി കിടന്നു കേട്ടോ കറണ്ട് പോണ സമയത്ത്.
6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് മേല് കഴുകണം. അതിന് മുന്നേ ഇരുട്ടാവുമ്പോഴേക്കും ബാക്കിൽ പോയി തുണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇരുട്ടത്ത് പുറത്തിറങ്ങിയിട്ട് വല്ല പാമ്പ് കടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഗായ്സ്. ഇന്നലെ ഇങ്ങടായിട്ടല്ലേ വൈകുന്നേരം, ഇന്നലെ മിഞ്ഞാന്ന് ഇങ്ങടെ 2 ദിവസമായി തോന്നുന്നു ഒരു അമ്മേനെ പാമ്പ് കടിച്ചിട്ട് മരിച്ചത്. എനിക്കത് കേട്ടപ്പോൾ പാവം തോന്നുന്നില്ല, വിഷമമായിട്ടോ. ഈ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അധികം ആർഭാടത്തിനും കൈയും കാലും കെട്ടാനും ഒന്നും നിൽക്കണ്ട, ടെൻഷൻ അടിക്കാണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതിനെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് +2 പഠിക്കുമ്പോൾ ഒരു രാജ്മോഹൻ എന്ന് പറഞ്ഞിട്ട് അവണൂരാണ് കേട്ടോ അവൻ്റെ വീട്. അവന് ഇതേപോലെ പാമ്പ് കടിച്ചിട്ട് മരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അവനെപ്പോഴും മഴക്കൊക്കെ ആയിരുന്നേ. അവൻ എന്താ മിണ്ടി കഴിഞ്ഞാൽ തല്ലാനൊക്കെ വരും, തല്ലും ചീട്ടവൻ. അതേപോലെ ഞാൻ സൈക്കിളിലാണ് +2 പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോയി കിടന്നത്. അപ്പോൾ സൈക്കിളൊക്കെ അങ്ങോട്ട് മറിച്ചിടും. അങ്ങനെ നല്ല കുറുമ്പൻ സ്വഭാവമായിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴും തല്ലൂടും. അങ്ങനെ ഒരു ദിവസം തല്ലൂടിയിട്ട് അങ്ങനെ പോയതാട്ടോ. പിന്നെ പിറ്റേ ദിവസം കേൾക്കണത് അവ ഹോസ്പിറ്റലിലാണ്. പിന്നെ അറിഞ്ഞത് മരിച്ചു എന്നൊക്കെയാണ് കേട്ടോ. എനിക്ക് ആകെ ഒരു കുറ്റബോധമായി, വിഷമമായിട്ടോ. കാര്യം നമ്മുടെ ക്ലാസ്സിൽ നല്ലോണം പഠിക്കണ ഒരു കുട്ടിയായിരുന്നു കേട്ടോ അവൻ. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് അധികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നെ ഇവൻ്റെ മരണം കൂടിയായപ്പോൾ ആകെ ഒരു വിഷമമായിട്ടുണ്ടായിരുന്നു. അണലിയാണ് കേട്ടോ കടിച്ചത്. എന്താ തേങ്ങ പറക്കാൻ എന്തായിട്ട് പറമ്പിയെ പോയതാന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നിട്ട് എന്താ അവിടെ ചെന്നപ്പോൾ ചക്രത്തിൻ്റെ ഇടയിൽ അങ്ങനെ പാമ്പിൻ്റെ തട്ട് മുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അങ്ങനെ അത് കടിച്ചു. പിന്നെ കടിച്ചതിന് ശേഷം അവൻ എന്താ വായ വെച്ചിട്ട് തോന്നുന്നു ആ ഇതൊക്കെ വിഷമൊക്കെ കടിച്ച് തുപ്പി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ നല്ല ബോൾഡ്, എന്താ പറയുക, അവനങ്ങനെ ടെൻഷനുള്ള കൂട്ടത്തിലൊന്നല്ല, നല്ലൊരു ഇതുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. കോൺഫിഡൻസ്, എന്താ പറയുക, ധൈര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ തോന്നുന്നു വായിൽ എന്തെങ്കിലുമൊക്കെ വിഷം ആയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഏകദേശം ഒരു ധാരണ വെച്ച് പറഞ്ഞതാട്ടോ. എന്നിട്ട് അങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, പക്ഷെ മരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂട്ടത്തോടെ നിന്ന് കരയായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ഞങ്ങളുടെ ക്ലാസ്സിലൊരു ഐശ്വര്യ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്, അവളൊക്കെ നല്ല വിളിയിരുന്നു കേട്ടോ. അവളെന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല കമ്പനിയാണ്, ഇവനോടൊക്കെ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ മരിച്ചപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഓർമ്മയാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളങ്ങനെ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇതെൻ്റെ പുതിയ കീ ചെയിനാണ്. ഞാനിന്ന് പുറത്തേക്ക് പോയപ്പോൾ മേടിച്ചു കൊണ്ടുവന്നതാണ്. എൻ്റെ മറ്റേ കീ ചെയിനിൽ മിക്കി മൗസ് ആയിരുന്നു. അതിൻ്റെ തല മാത്രമേ ഉള്ളൂ, ബോഡി ഇല്ല, ബോഡി പറഞ്ഞു പോയി. എനിക്കങ്ങനെ തല മാത്രമായിട്ട് കാണുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഞാനത് മാറ്റി ഹാർട്ട് ഷേപ്പുള്ളത് മേടിച്ചു. ഇനി നീരവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിച്ചുവിൻ്റെ ഇടയ്ക്ക് പോവാം. ഹായ് നിച്ചു, പുറത്തേക്ക് പോവാ. ഇത് നോക്കട്ടെ, ലൈറ്റ് കത്തുവോ? നിച്ചു അധികം ചാടണ്ട, പാമ്പൊക്കെയുള്ളത് അതിലൊന്നും ഇല്ലടാ. നീരു ഹായ്, ഇത് തിരിച്ചേ. അങ്ങനെ കുറച്ച് നേരം നീരവിന് നേരം പോക്കിന് വേണ്ടി നെച്ചുവിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൻ വന്നു, അവനെ കുളിപ്പിച്ച് തരാൻ പറയാണ് കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ നെറ്റിയിലൊക്കെ നോക്ക് നിറച്ച് ചൂട് കുരു പൊന്തിയിട്ടുണ്ട് കേട്ടോ. സനേഷേടൻ പറയണത് വെള്ളം കൂടി കുറയണോണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ കുരു നിറയണത്. വെള്ളമൊക്കെ നന്നായി കൊടുക്കാനാണ്. ഈ ബനിയിട്ടിട്ടാണ് കൂടുതൽ ഈ കക്ഷം ആ ഭാഗത്തില്ലേ കൈ ഇങ്ങനെ വെക്കണത്, ആ ഭാഗത്ത് ആ കയ്യിൻ്റെ അടിയിൽ നിറച്ച് ചൂട് കുരു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ കുറേ ഇങ്ങനെ വിശേഷങ്ങൾ പറയുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ സനേഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സനേഷേട്ടനോട് പറയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുക, അപ്പോൾ ചേട്ടൻ ഒന്ന് ചിരിക്കുന്നു. അപ്പോൾ നീ കുറേ നേരം ചിരിച്ച് തന്നു കേട്ടോ. എനിക്കുണ്ടല്ലോ ഇങ്ങനെ സനേഷേട്ടനാണ് എനിക്ക് ശരിക്കും കാണാൻ തോന്നുന്നുണ്ട്, ചേട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേട്ടനെ കാണാണ്ട് ആകെ ഒരു വിഷമമാണ്. മുഖമൊക്കെ ആകെ മറന്ന പോലെ തോന്നും കേട്ടോ. എന്നാലും പിന്നെ ഞാനതങ്ങനെ പറയില്ല, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞ് ചേട്ടൻ വരും, അതാണ് ഒരു സമാധാനം. എന്നാലും ചേട്ടൻ വന്നു കഴിഞ്ഞാൽ 1 മാസമൊക്കെ പെട്ടെന്ന് പോകുന്നേ. വന്നിട്ട് 2 ആഴ്ചത്തെ ഒരു ഓർമ്മയാവുമ്പോഴേക്കും വേഗം തിരിച്ചും പോവും. അപ്പോൾ ആകെ ഒരു വിഷമം ഈ ദുബായിക്കാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പൈസയും വരുമാനവും ഇല്ലാണ്ട് എന്താ ഇവിടെ ജീവിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ അവിടെ പോയിരിക്കണേ. പക്ഷേ നീരവിനായാലും അച്ഛൻ്റെ ഇത് കിട്ടണില്ലല്ലോ, സ്നേഹമൊന്നും കിട്ടണില്ലല്ലോ അടുത്തിരുന്നിട്ട്.
അച്ഛൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്രയോ നാളല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. വേഗം വരട്ടെ ചേട്ടൻ. ഞങ്ങളിങ്ങനെ ദിവസം എണ്ണിങ്ങനെ കാത്തിരിക്കുക. കോഴിമുട്ട പുഴുങ്ങിയതും തക്കാളി ചമ്മന്തി, സാമ്പാർ, തൈര് ഇതൊക്കെയായിരുന്നു കേട്ടോ. തൈര് കണ്ടപ്പോൾ എൻ്റെ മോൻ വേഗം ഓടി. എനിക്കിഷ്ടമല്ല പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിർബന്ധിച്ച് തൈര് പിന്നെ കഴിക്കില്ല എന്ന് പറഞ്ഞു ഉറപ്പിച്ച ആള്. അപ്പം ഞാൻ തൈര് വേണ്ട, കോഴിമുട്ട കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് വായ നിറച്ച് ചോറ് കൊടുത്തു കേട്ടോ. അച്ഛനൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കിടന്നു അമ്മ ആകെ ക്ഷീണിച്ചു എന്ന്. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖപരമായിട്ടൊന്നുമില്ല, എന്തോ നീളം വെക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. നീളം വെക്കുന്നുണ്ട്. പിന്നെ ആ തലമുടി ഒന്ന് വെട്ടണം. അവനിപ്പോൾ ഞാൻ വെള്ളപ്പനിയോ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അന്ന് മേടിച്ചത് ഒരെണ്ണല്ലേ ഉള്ളൂ, കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ലല്ലോ. ഇപ്പോൾ ഈ ചൂട്ടത്ത് ഇങ്ങനത്തെ കോട്ടൺ ഇട്ട് കൊടുക്കാനുള്ള കുറച്ചും കൂടെ ബെറ്റർ. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചു. അതാണെങ്കിൽ മുട്ട് വരെ ഉണ്ട്. ഇവനാണെങ്കിൽ അത് ഇഷ്ടമാവണില്ല. എനിക്ക് ഇറക്കം കുറച്ച് തായോ പറഞ്ഞ് നിൽക്കുക. എനിക്കാണെങ്കിൽ മെഷീനിൽ ഇരിക്കാനൊരു മടിയും പിന്നെ എൻ്റെ നടുവേനൊക്കെ ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതും ഇരുന്ന് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളെ ശരിയാക്കി തരാം. അതൊന്ന് കഴുകി കഴിഞ്ഞാൽ അത് ചുരുങ്ങും. അപ്പോൾ ചിലപ്പോൾ ഇറക്കം കുറയുന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തിച്ചിരിക്കുക. പിന്നെ ചേട്ടനും അച്ഛനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇവനെ നല്ല കളിയാക്കിട്ടോ. എന്താ ഇട്ടേക്കണ്, എന്താ എന്താ ഉടുപ്പാണോന്നാ ഷിമ്മിയാണോന്ന് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിട്ടോ. അപ്പോൾ അവന് കൂടുതൽ വിഷമമായി. എനിക്ക് വേഗം അത് ഇറക്കം കുറച്ച് തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതന്നെ പറഞ്ഞിരുന്നു, അവനവിടെ ഇരുത്തി. എനിക്ക് വയ്യ, അതന്നെ കാര്യം. പിന്നെ നല്ല മടിയുണ്ട് മിഷീനിൽ കുറേ നാളായിൽ ഇരുന്നിട്ട്. നാളെ ചപ്പാത്തി ഉണ്ടാക്കാനാണ്. അപ്പോൾ വെള്ളക്കടല വെള്ളത്തിലിട്ടു കേട്ടോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ കുതിരാൻ വേണ്ടി ഇട്ടു. ഞാൻ തലേ ദിവസം എല്ലാ പയർ വർഗ്ഗങ്ങളും ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കും. കുതിർന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് വേവിക്കുക ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി വേവ് തോന്നാറുണ്ട് കേട്ടോ. മറ്റത് ഞാൻ ആരും എന്നോട് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പയറൊന്നും വേവാത്ത പോലെ തോന്നി. ഇനി കുറേ വിസിലടുപ്പിക്കാണ്ടാണോ എന്ന് അറിയില്ല. ഇതാകുമ്പോൾ 1-2 വിസിലടുപ്പിച്ചാൽ മതിയെന്നേ. പിന്നെ ഞാൻ ജെല്ലൊക്കെ അടച്ചു. അതുമ്മ കയറി നിന്നിട്ട് ഇങ്ങനെ അഭ്യാസ പ്രകടനമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ നീരവനെ കയറ്റും. ഇപ്പം എനിക്ക് അവനെ പൊന്തില്ല, അങ്ങോട്ട് കയറ്റണ്ടായി പൊക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെ കയറും കേട്ടോ. പിന്നെ ഞാൻ വേഗം പല്ല് തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. പല്ലിപ്പോൾ ഡെയിലി ഞാനും ബ്രഷ് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, പല്ലിലിങ്ങനെ കറ പിടിക്കണ പോലെ ഒരു തോന്നൽ. തേച്ച് ഇപ്പോൾ ഭയങ്കര മിനുക്കിയെടുക്കല പണി പല്ലിനെ. ചില ദിവസം പല്ല് തേക്കുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പുളിച്ച് തോന്നും കേട്ടോ. പല്ല് പുളിക്കണ പോലെ തോന്നും. എന്നാലും പിന്നെ ഞാൻ തേക്കും, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് തേക്കും. സെൻസോഡൈൻ പേസ്റ്റ് ആക്കാൻ പറയേണ്ട അച്ഛൻ. അതാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതാത്ര. ബെഡ്ഷീറ്റ് മാറ്റണ്ട, മാറ്റാം. അത്രയ്ക്ക് വേണം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തെ പൊടിയൊക്കെ തട്ടിയതല്ലേ, മാറാല് പിന്നെ ഫാനുമത്തെ പൊടിയൊക്കെ തട്ടിയതല്ലേ. എന്തെങ്കിലും ബെഡ്ഷീറ്റിൽ വീണിട്ടുണ്ടെങ്കിലേ പിന്നെ എന്തെങ്കിലും അലർജി പ്രശ്നം ആയാലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം മാറ്റിയിട്ടോ. അതിനി അങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചു. തട്ടി കുടഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ ഇവൻ വരണം ഞാൻ നോക്കിയിരിക്കുന്നു. ഇവനാണെങ്കിൽ കാർട്ടൂൺ കണ്ടിരുന്നു കേട്ടോ കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും ഞാനൊക്കെ ഫോൺ വിളിച്ചപ്പോഴാണ് ഇവിടെ എത്തിയത്. ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ എൻ്റെ 2-3 കേടായിട്ടുണ്ട്. ഇനി പുതിയത് മേടിക്കണം കേട്ടോ. ഈ മഞ്ഞ മാത്രം കേടാവണില്ല. അത് കടയിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചാൽ അതാ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അതൊരു വിഷമമാണ്. വേഗം എല്ലാം കേടായി കഴിഞ്ഞാൽ പുതിയത് ഇങ്ങനെ മേടിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കണം. അതാണെങ്കിൽ കേടാവണില്ല. ബാക്കി ഓൺലൈനിൽ നിന്ന് മേടിച്ചൊക്കെ പെട്ടെന്ന് കേടാവും കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2-3 പുതിയത് ഞാനിങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ, അവിടുന്ന് ഞങ്ങൾ ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞാൽ മാറും കേട്ടോ. അത് ഞാനൊന്ന് സൂചിപ്പിച്ചിടാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ പറയാമെന്ന് പറയണു. അപ്പോൾ അതിൽ മെയിൻ കാര്യം ഇതാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ 2 മാസമൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ മാറാമെന്ന് വിചാരിക്കുന്നുണ്ട്. മിക്കവാറും മാറണുണ്ടാവും കേട്ടോ. എങ്ങോട്ടാണ് ഏതാണെന്നൊക്കെ നമുക്ക് ഉറപ്പിച്ചതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. എടുക്കണ്ട. അയ്യോ
കൂളറിന് അങ്ങോട്ട് എടുത്താൽ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ മിഷ്യൻ്റെ മുകളിലാണ് കേട്ടോ വെക്കുക. കുപ്പിയും പാട്ടയും എല്ലാ സാധനങ്ങളും ഈ ഐസിൻ്റെ പാത്രങ്ങൾ വരെ. എന്നിട്ട് രാവിലെ എടുത്തിട്ട് അതൊക്കെ ഫില്ല് ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. കൂളറിൻ്റെ മുകളിലുണ്ടായിരുന്ന സാമ്പ്രാണിയുടെ ബോക്സിൽ അതൊക്കെ എടുത്ത് കൂളറിൻ്റെ മുകളിൽ തന്നെ കയറ്റി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വലിയ ഉപകാരമൊന്നും ആയിട്ടില്ല. രാത്രി എത്ര പ്രാവശ്യം വെച്ചിട്ട് കറണ്ട് പോയിക്കണ്. അതുകൊണ്ട് എന്താ പറയുക, കൂളിങ്ങൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചൂട് കാറ്റ് തന്നെയാണ് കേട്ടോ വന്നു കിടന്നത്. ജനലുകളൊക്കെ വേഗം അടച്ചു. കാരണം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് പേടിയാവാൻ തുടങ്ങി. മാങ്ങയൊക്കെ വിടുന്നുണ്ട് ഷീറ്റിൻ്റെ മുകളിലേക്ക്. ഈശ്വര, വല്ല കള്ളന്മാർ ഇനി കല്ലെറിയണതാണോ എന്നൊക്കെ എനിക്ക് പേടി വരും ചില സമയത്ത് കേട്ടോ. പിന്നെ എനിക്ക് ജനലടയ്ക്കുമ്പോഴൊക്കെ പേടിയാണ്. പണ്ടിങ്ങനെ രഞ്ജനേച്ചി വിനേറ്റൊക്കെ പറഞ്ഞു കൊടുന്നു, പണ്ട് ഇവിടെ താമസിച്ചു കിടന്നവരുടെ കൈ മാരോ ഒന്ന് പിടിച്ചു എന്നോ രാത്രി കിടക്കുമ്പോഴെന്തോ ആയിട്ട് കേട്ടോ. ജെല്ലേ കൂടെ വന്നിട്ട് ഈശ്വരോ അത് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ജെല്ലേറ്റെ തുറത്തിട്ട ധൈര്യമില്ല കേട്ടോ. ഭയങ്കര പേടിത്തൊണ്ടി ആയിട്ടുണ്ട്. വേഗം ജെല്ലൊക്കെ അടയ്ക്കും. പിന്നെ ഈ ചൂടായതുകൊണ്ടാണ് കിടക്കണ സമയത്ത് അടയ്ക്കാൻ വെച്ചത്. പക്ഷെ പടപട എന്ന് സൗണ്ട് വന്നപ്പോൾ പേടിച്ചിട്ട് വേഗം അടച്ചു കേട്ടോ. അവൻ ബാത്റൂമിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ ബെഡിൽ കിടത്തുള്ളൂ. എങ്ങാനും ഉറക്കത്തിലിന് കിടക്ക വൃത്തികേടായാലും ഒന്ന് പേടിച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ, എൻ്റെ മൂവ് ഇങ്ങനെ പരട്ടും പുറത്ത്. അത് പരട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ എടുക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്നു. എന്ത് കഥയാണെന്നറിയോ പറഞ്ഞത്? ആനക്കുട്ടിയില്ലേ, കരിമ്പുന്തോട്ടത്തിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മിസ്സാവണത്. എന്നിട്ട് ഒരു കിളിക്കുട്ടി അച്ഛനും അമ്മേനും കാണിച്ചു കൊടുക്കില്ല. ആ ഒരു കഥയൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങാൻ കണ്ണടച്ചപ്പോഴാടോ കറണ്ട് പോയത്. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞി ഫാനില്ലേ, ഈ ഒരു ഫാന് കയ്യിൽ വയ്ക്കണം നല്ലതാട്ടോ. എപ്പോഴും ഫുൾ ചാർജ് ചെയ്ത് വെച്ചോ, അരമണിക്കൂറോളം അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.